നബിയെ. വമാ തസ്അലുഹും, അങ്ങ് അവരോട് ചോദിക്കുന്നില്ല, അലൈഹി അയിൽ ഖുർആൻ്റെ പേരിൽ ചോദിക്കുന്നില്ല. ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ പേരിൽ താങ്കൾ ചോദിക്കുന്നില്ലല്ലോ. മിൻ അജിരിൻ, ഒരു പ്രതിഫലത്തെയും തഖുദു, താങ്കൾ അതിനെ സ്വീകരിക്കും, അങ്ങനത്തെ ഒരു പ്രതിഫലവും താങ്കൾ ചോദിക്കുന്നില്ല. എന്ന് വെച്ചാൽ മായുടെ അർത്ഥത്തിൽ ഹുവ അയിൽ ഖുർആൻ, ഈ ഖുർആൻ ഇല്ലാ ദിക്റുൻ ഇലത്തുൻ, അത് ദിക്റാണ്, ഇലത്തുൻ സാരോപദേശമല്ലാതെ വേറൊന്നുമല്ല, അലവിൻ സർവ്വലോകർക്കുമുള്ള സാരോപദേശമല്ലാതെ വേറൊന്നുമല്ല. വക അയ്യിൻ എന്ന് വെച്ചാൽ വക്കയ്യിൻ, എത്രയാണ്. അപ്പോൾ വക്കം ഇട്ട് കൊടുത്തുകൊണ്ട് എന്ത് മനസ്സിലായി? കയ്യിനുള്ള തക്ലീലിനല്ല തക്സീറിനാണ്. അപ്പോൾ എത്ര എന്നർത്ഥം. എത്ര ആയത്തുകളാണ് ദാലത്തിന് അറിയിക്കുന്ന അല വഹദാനിയത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളിച്ചോതുന്ന എത്ര ആയത്തുകളാണ്. ഫിസ്സമാവാതി വൽ അർദി, എത്ര തെളിവുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ഫിസ്സമാവാത്തി അൽ അർദി, വാനഭൂവനങ്ങളിലുള്ളത്. യമുറൂന അലൈഹ, ആ ആളുകൾ അതിൻ്റെ അടുക്കലൂടെ നടക്കുന്നു. യുഷാഹിദൂനഹ, അവർ തന്നെ അതിനെ ദർശിച്ചുകൊണ്ട്, അല്ലേ, ഒഴുകുന്ന പുഴകളും അടിക്കുന്ന തിരമാലകളുള്ള കഥകളും അങ്ങനെ ഒരുപാട് സംഗതികൾ, അതെല്ലാം അവർ കാണുന്നുണ്ട്. വഹും അൻഹ, അവർ തന്നെ അതിനെ തൊട്ട് എഴുതും തിരിഞ്ഞു കളയുന്നവരാണ്. അതായത് ലാ തഫക്കർ, അത് അവരതിന് ചിലപ്പോൾ കണ്ടൊക്കെ ആസ്വദിക്കുന്നതാണ്. പക്ഷേ ശരിക്കും ഉദ്ദേശിക്കുന്നത് ലാ തഫക്കറൂന ഫീഹ, അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. ഇതിനാരാണ് പഠിച്ചത്, ഇതിന് പിന്നീട് സൃഷ്ടാവുണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല ആളുകൾ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അവരിലേറിയ ആളുകളും അള്ളാഹുവിനെ വിശ്വസിക്കുകയില്ല. ഹൈസും യുഖിറൂന, അവർ സമ്മതിക്കുന്ന വേളയിൽ തന്നെ ബി അന്നഹുൽ ഖാലിഖുർ റാസിഖു, അള്ളാഹ് തന്നെയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹ് തന്നെയാണ് ഞങ്ങൾക്ക് റിസ്ക് തരുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ടാവും. പക്ഷെ എന്താവില്ല, അള്ളാഹ് മാത്രമാണ് ഏകനായ ഇലാഹ് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ വിശ്വസിക്കുക അള്ളാഹിനെ, പക്ഷെ എന്താണ്, അവർ തന്നെ ശിർക്ക് വെക്കുന്നവരായ നിലക്കായിരിക്കും. ബിഹി, അള്ളാഹുവിനോട്. ബി ഇബാദത്തിൽ അസ്നാമി, എങ്ങനെ ശിർക്ക് വെക്കുന്നത്? വിഗ്രഹങ്ങൾ ആരാധിക്കൽ കൊണ്ട് അള്ളാഹുവിനോടൊപ്പം. വലിതായി കാരണത്താൽ തന്നെ കാനു, അവർ പറയും യഖൂലൂന ഫി തൽബിയത്തി, അവരുടെ തൽബിയത്ത്, അവരുടെ ലബ്ബൈക്ക നമ്മൾ പറയുമല്ലോ. അപ്പോൾ ലബ്ബൈക്ക പറയുമ്പോൾ അവരുടെ ലബ്ബൈക്കയിൽ ഇങ്ങനെ അവർ പറയും, ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക നിനക്ക് ഞാൻ 2 വട്ടം, അതായത് ഉത്തരം ചെയ്തതിനും പിന്നെ ഉത്തരം ചെയ്യുന്നു എന്നർത്ഥം. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരനായിരിക്കും. അപ്പോൾ ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. ഹുവലക്ക, അത് നിനക്കുള്ളതാണ്, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്. തംലിക്കുഹു വമാ മലക്ക്, നീ അതിന് ഉടമപ്പെടുത്തിയതും, വമാ മലക്ക്, ഇനി ഉടമപ്പെടുത്തുന്നതും പെടുത്തിയതും. അപ്പം നീ ഉടമപ്പെടുത്താൻ പോകുന്നതും അതൊക്കെ നിനക്കാണ്. അങ്ങനെയുള്ള ഒരു പങ്കുകാരൻ നിനക്കുണ്ട്, ബാക്കി അതല്ലാതെ വേറൊരു പങ്കുകാരൻ. അപ്പം പങ്കുകാരനുണ്ട് എന്നുള്ള രൂപത്തിൽ, എന്നാലും പങ്കുകാരനില്ല ആ ഒരു കോലത്തിൽ. ഈ യഊനൂന, അവരൊക്കെ യഊനൂന, അവർ സഹായിക്കും. യഊനൂന, അവർ സഹായിക്കും. ആ വിഗ്രഹങ്ങളെ. അപ്പം വിഗ്രഹങ്ങൾ യഊനൂന എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? യഊനൂന മനസ്സിലാവുന്നില്ല. യഊനൂന എന്ന് വെച്ചാൽ ഈ യഊനൂന, അവരാ തൽബിയത്തിന് ആന യഊനു സഹായിക്കലാണല്ലോ. യഊനൂന, അവർ സഹായിക്കും. ആ തൽബിയത്തിന് മനസ്സിലാവുന്നില്ല, നോക്കാം. അഫ അമിനു, അവർ വിശ്വസിച്ചോ? അൻതഅതിയഹും, അല്ല അവർ നിർഭയരാണോ? ഇവിടെ അഫ അമിനു, അവർ നിർഭയരാണോ? അയ്യഅതിയഹും, അവർക്ക് വരുന്നതിനെ തൊട്ട് ഹാഷിയത്തുൻ, ഒരു ഹാഷിയ എന്ന് വെച്ചാൽ നിഖ്മത്തുൻ, ഒരു ശിക്ഷ, നിഗ്രഹം എന്ന് വെക്കാം. നിയമത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിഖ്മത്ത്, നിഗ്രഹം. അവർക്ക് വല്ല നിഗ്രഹവും വന്നെത്തുന്നതിനെ തൊട്ട് അവർ നിർഭയരാണോ? തഖ്ശാഹും, അവരെ ആവരണം ചെയ്യുന്ന, അവരാകെ മൂടുന്ന, മിൻ അദാബില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുമുള്ള ഒരു നിഗ്രഹം. ഔ തഅതിയഹുമുസ്സാ, അല്ലെങ്കിൽ അന്ത്യദിനം അവർക്ക് വരിക, ബഗതൻ പൊടുന്നതിന്, ഫജ്അതൻ പെട്ടെന്ന്, ഫജ്അതൻ പൊടുന്നതിന്. ഹും ലാ യശ്ഉറൂൻ, അവർ തന്നെ അറിയാത്തവരായ നിലക്ക് ബിവഖതി ഇത്യാനിഹാ ഖബ്ലഹു, അതിൻ്റെ മുമ്പ് അത് വരുമെന്ന ആ ടൈം, അതിൻ്റെ മുമ്പ് അത് വരുന്നതിന് മുമ്പ് അത് വരുന്ന അതിൻ്റെ ടൈമിനെ സംബന്ധിച്ച് അവർ തന്നെ അറിയാത്തവരായ നിരക്ക്. വിവക്കത്തി എത്തിയാനെന്ന് വെച്ചാൽ അത് വരുന്നതിൻ്റെ ടൈമിനെ പറ്റി അവർ തന്നെ അറിയാത്തവരായ നിരക്ക്. കബലോ, അത് വരുന്നതിന് മുമ്പ്, വന്നതിന് ശേഷം വന്ന ടൈം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുല്ലഹും നബിയെ, അങ്ങ് അവരോട് പറയുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. ഫസ്സറഹാ ബിഖൗലിഹി, അതിനെ അള്ളാഹ് തന്നെ അതിനെ വ്യാഖ്യാനിച്ചു, ആ സബീലിനെ തൻ്റെ കൗല് കൊണ്ട്. അദ്ഉ ഇലാ, അത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, ഇലാ ദീനില്ല എന്ന് പറയണം. അപ്പോൾ എൻ്റെ സബീലിനെ പറ്റി അങ്ങ് തന്നെ പറഞ്ഞു കൊടുക്കണം. എന്താണ്? അത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഏതാണ് എൻ്റെ മാർഗം? ഇലാ ദീനില്ല, അള്ളാഹുവിൻ്റെ ദീനിലേക്ക്. അലാ ബസീറത്തിൻ, ഹുജ്ജത്തിന്മേലാണ് ആ ദീനുള്ളത്, തെളിവ്, പ്രമാണം, വാദിഹ, വ്യക്തമായ തെളിവിന്മേലാണ് അത് ആ അള്ളാഹുവിൻ്റെ മാർഗം ഉള്ളത്. അതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അന ഒമനിത്തബാനി, ഞാനും എന്നെ പിൻപറ്റിയ
ആളുകളുമൊക്കെ അലാ ബസീറ അലാ ബസീറത്തിൻ അനമനിത്തബാനി എന്നാണ്. ഞാനും എന്നെ പിൻപറ്റിയ ആളുകളൊക്കെ എന്താണ് കൃത്യമായ തെളിവിന്മേലാണുള്ളത്. അതുഫുൻ അല അനയുടെ മേലാണ് വമനിത്തബനി മന്നിന് അതുഫ് ചെയ്തത്. അൽ മുബത്തത് മുഹ്ബറു അൻഹു ബിമാ കബലഹു. അത് മുബത്തതാണ്. എങ്ങനത്തെ മുബത്തത്? മുഹ്ബറു അൻഹു അതിൻ്റെ ഖബർ പറയപ്പെട്ടു ബിമാ കബൽ അതിന് മുമ്പുള്ളത് കൊണ്ട്. അപ്പം അലാ ബസീറ എന്നത് ഖബർ മുഖദ്ദമാണ്, അന എന്നത് മുബത്തതാണ്. അപ്പം ഞാനും എന്നെ പിൻപറ്റിയവരും ബസീറത്തിന്മേൽ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. തൻസീലു അവനെ പരിശുദ്ധി വരുത്തുകയാണ്. അനുഷ്റക പങ്കാരത്തൊട്ടൊക്കെ. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല. മിൻ ജുംലത്തി സബീലിഹി ഐളാ, അതും എന്താണ്? വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞല്ലോ, അതും മിൻ ജുംലത്തി സബീലിഹി ഐള. സബീലിഹി അതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗത്തിൽപ്പെട്ടതാണ്. സബീലിഹി ഐള. ഒമാനമിൽ മുശ്രിക്കി എന്നുള്ളതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സബീൽ അല്ലേ, അതൂ അല്ല ഹാദിഹി സബീൽ, ഇതെൻ്റെ മാർഗം എന്ന് പറഞ്ഞല്ലോ, ആ സബീൽപ്പെട്ടതാണ്. ഇത് വേറൊന്നിനോടും ശിർക്ക് വെക്കാതിരിക്കലും. ഒമാ അർസൽനാ മിൻ ഖബലിക, അങ്ങയുടെ മുമ്പ് നാം അയച്ചിട്ടില്ല, ഇല്ലാ റിജാലൻ ആണുങ്ങളെ അല്ലാതെ, യുഹാ വഹി നൽകപ്പെട്ട ആണുങ്ങൾ പുരുഷന്മാർ, പിന്നെന്താണ് മനുഷ്യർ. റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരും ആണുങ്ങളായിരിക്കും, മനുഷ്യരായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിലുണ്ട് ന്യൂഹീന്ന് ബിൻ നൂന് കൊണ്ട് അക്സറിൽ ഹായിന് ന്യൂഹി. ഇതിപ്പോൾ യൂഹ എന്നാണ്. ഒമാർസലിന മിൻ ഖബലിക ഇല്ലാ റിജാല യൂഹ എന്നാണ്. നമ്മുടെ ഖിറാഅത്ത് ന്യൂഹി എന്നാണ്. ഇവിടെ യൂഹ വഹി നൽകപ്പെട്ട റിജാലിമാരല്ലാതെ അല്ലേ, പുരുഷന്മാരല്ലാതെ നാം അയച്ചിട്ടില്ല. ഇലേയും അവരിലേക്ക് മലായിക മലക്കുകളല്ല നാം അയച്ചത്, മലക്കുകളെ നമ്മൾ അയച്ചിട്ടില്ല. ദൈവദൂതന്മാരായിട്ട് അള്ളാഹുവിൻ്റെ ദൂതന്മാരായിട്ട് മനുഷ്യർ തന്നെയാണ്. മീൻ അഹ്ലിൽ ഖുറ, ഓരോ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് തന്നെ. അതിൽ അൽ അംസാർ, ഖുറ എന്ന് വെച്ചാൽ മിസ്ർ പട്ടണങ്ങൾ. ലി അന്നഹും ആലമു വ അഹ്ലമു, കാരണം ലി അന്നഹും ഈ പ്രവാചകന്മാരുണ്ടല്ലോ അവരാണ് ആലമു ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ള, വാഹലമു ഏറ്റവും ശീലമുള്ള ആളുകൾ. ബിഖിലാഫി അഹ്ലിൽ ബവാദി അല്ലേ, മിൻ അഹ്ലിൽ ഖുറ ഗ്രാമവാസികൾ എന്ന് വെച്ചാൽ അംസാറാണ്. ഖുറ കൊണ്ട് ഉദ്ദേശിക്കുന്ന മലഞ്ചെരിവുകളല്ലാന്നേ ഉള്ളൂ ഉദ്ദേശം, അതാണ് അംസാർ എന്ന് കൊടുത്തിരിക്കുന്നത്. അതെന്താ അങ്ങനെ? ബിഖിലാഫി അഹ്ലിൽ ബവാദി, ബാദിയത്തിൻ്റെ ആളുകൾക്കെതിരായിട്ട് അവരങ്ങനെയല്ല. അല്ലെ ജഫാ ഇഹിം, അവരെന്താണ് ഒരു ജഫാ ആണ്, ഒരു മറ്റേ പരുഷ സ്വഭാവമാണ്. ജഫ എന്ന് വെച്ചാൽ ഹൃദയത്തിനൊരു അലിവൊന്നും ഇല്ലാതിരിക്കുക. വജഹ്ലിഹിം, വിഡ്ഢികളുമായിരിക്കും, വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളല്ല നല്ല ഇൽമും നല്ല സഹനശീലവുമുള്ള ആളുകളെയാണ് നാം പ്രവാചകന്മാരെ അയച്ചത്. അഫലം യസീറു, അവർ സഞ്ചരിക്കുന്നില്ലേ, അഹ്ലി മക്കാർ ഫിൽ അർളി ഭൂമിയിൽ, ഫയൻദുറു അവർ സഞ്ചരിക്കുന്നില്ലേ, ഫയൻദുറു അവർ കാണുന്നില്ലേ, കൈഫക്കാന ആക്കബത്തുള്ളതിനെ മീൻ കബലി അവരുടെ മുമ്പുണ്ടായിരുന്ന ആളുകളുടെ അവസാനം എങ്ങനെയായിരുന്നു എന്ന്. അതായത് ആഹിറു അംദിഹിം അവരുടെ കാര്യത്തിൻ്റെ അവസാനം, മീൻ ഇഹ്ലാഖി അവരെ നശിപ്പിക്കലിന്, അൽബിദകരി അവരെ കളവാക്കിയത് കൊണ്ട്, റുസുലഹും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട മുർസലീങ്ങളെ, വലദാറുൽ ആഖിറത്തി ആഖിറത്തിൻ്റെ ഭവനമാണ്, അയിൽ ജന്ന സ്വർഗമാണ്, ഖൈറുല്ലദീന തഖവുല്ലാഹ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ അള്ളാഹിനെ സൂക്ഷിക്കാത്തവർക്ക് അവർക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ല ആഖിറം അല്ലേ. അപ്പോൾ അള്ളാഹുവിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർക്ക് മെച്ചമാണ് ഏത് സ്വർഗം എന്നുള്ളത്, അതേ ഏറ്റവും മെച്ചം. അഫലാ തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ല, ബിലിയായുവത്തായി യാകൊണ്ടും ദാകൊണ്ടും ഏതായി യാഹല മക്ക നിവാസികളെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഇതിനെ സംബന്ധിച്ച് ഫതുമിനു എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ. ഹത്ത എന്നുള്ളത് ഗോയത്താണ്. എന്തിനാ? ലിമാദല്ല അലൈഹി അതിന്മേൽ അറിയിക്കുന്ന ഒന്ന് കാരണത്തെ. എന്താണ്? ഒമാ അർസൽനാ മിൻ ഖബലിക ഇല്ലാ റിജാല എന്ന് പറഞ്ഞല്ലോ. അങ്ങയുടെ മുമ്പ് ആണുങ്ങളല്ലാതെ നാം അയച്ചിട്ടില്ല, മനുഷ്യരിൽ നിന്നുള്ള ആണുങ്ങളല്ലാതെ അയച്ചിട്ടില്ല. അപ്പം അത് ഈ ഹത്ത ഗോയത്താണ് ഇതിന്മേൽ അറിയിക്കുന്നുണ്ട്. അതായത് ഫ തറാഹ നുസ്റുഹും ഹത്ത ഇദസ്തൈ അസർ റുസുലു, അതുകൊണ്ട് തന്നെ അല്ലെ ആണുങ്ങൾ അല്ലെ സാധാരണ മനുഷ്യരായതുകൊണ്ട് തന്നെ ഫതറാഹ നസ്റുഹും അവർക്കുള്ള സഹായം എന്തായി വൈകി, അവർക്കുള്ള സഹായം വൈകും. അതിപ്പം പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കാൻ കഴിയും. ആളുകളാകുമ്പോൾ എന്താവും, മനുഷ്യരാണ്, അപ്പം അവർക്കുള്ള ചിലപ്പോൾ സഹായമൊക്കെ എന്താവും കുറച്ച് വൈകുമ്പോൾ അങ്ങനെ എന്താവും, സ്വാഭാവികമായിട്ടും മനുഷ്യർ തന്നെ ആകുമ്പോൾ മനുഷ്യപ്രകൃതിയല്ലേ. അപ്പോൾ അങ്ങനെ ഹത്ത ഇസ്തയ്യസ എന്ന് വെച്ചാൽ ഇസർ റുസുലു അവരിലേക്ക് നിയോഗിക്കപ്പെട്ട മുർസലീങ്ങൾ തന്നെ എന്തായി ആകെ നിരാശരാകും. തങ്ങളുടെ ശത്രുക്കളൊക്കെ വളരെ സുഖമായിട്ട് കഴിയുന്ന കാണുമ്പോൾ ഇവർക്കാകെ നിരാശയാകും പ്രവാചകന്മാർക്ക്. അങ്ങനെ തന്നെ അവർ വിചാരിക്കും, ഐക്കന റുസുലു മുർസലീങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കും. അന്നഹും കത് കുതിബു തങ്ങളെ കളവാക്കപ്പെട്ടു എന്ന്. ബി തഷ്ദീദ് കുതിബു അല്ല കുതിബാണ്, തക്ദീബൻ ഒരു കളവാക്കിയിട്ടുണ്ട്. അതായത് ലാ ഇമാന ബഅദഹു ഇതിന് ശേഷം എന്താവില്ല, ആരും വിശ്വസിക്കില്ല എന്നവർക്ക് നിരാശയായി. തങ്ങളെന്തായാലും കളവാക്കപ്പെട്ടു, ഇനി ഇവരെന്തായാലും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ വതഖ്ഫീഫി കുതിബു എന്നും ഖിറാഅത്തുണ്ട്. അതായത്
ലന്നൽ ഉമ്മമെ തങ്ങളുടെ ഈ ഉമ്മത്തുകൾ തങ്ങളുടെ സമൂഹങ്ങളെപ്പറ്റി അവർ വിചാരിക്കുകയും ചെയ്തപ്പോൾ അന്ന റുസുല ഈ മുർസലീങ്ങൾ അഖലഫു മാ ഇതു ബിഹി മിനൻ നസ്രി അഖലഫു എന്ന് വെച്ചാൽ ഈ തങ്ങളുടെ സമൂഹങ്ങൾ അഖലഫു വാഗ്ദത്ത ലംഘനം നടത്തി മാ ഇതു അല്ലെങ്കിൽ അവർ ലംഘിച്ചു മാ ഇതു ബിഹി അവരോട് ഇതു ബിഹി ഏതൊന്നിനെയാണോ അല്ല ഇതു ബിഹി അവരോട് ഏതൊന്നുകൊണ്ടാണോ വാഗ്ദാനം നൽകപ്പെട്ടത് അതിനെ അവരെന്തായി ലംഘിക്കുകയാണ്, അവർ തിരസ്കരിക്കുകയാണ് മിൻ നസ്രി സഹായത്തിനാൽ എന്ന് അവരെന്തായി ആശയറ്റ വേളയിൽ ജാഅഹും നസ്റുനാ നമ്മളുടെ സഹായം അവർക്കെത്തി. അപ്പോൾ അഖ്ലഫു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ലന്നൽ ഉമ അന്ന റുസുല ഇങ്ങനെയാണ് ഐ ലന്നൽ. അപ്പം ഇപ്പോൾ കുതിബു എന്നാണെങ്കിൽ കുതിബു നമ്മൾ 2 ഖിറാഅത്താണെന്ന് പറഞ്ഞു. കുതിബു ആണെങ്കിൽ എന്താണ് അർത്ഥം? അവർ കളവാക്കപ്പെട്ടിട്ടുണ്ട്, ഇനി തങ്ങളെ ആരും വിശ്വസിക്കാൻ പോകില്ല എന്നാണ്. ഇനി കുതിബു എന്ന് വെച്ചാൽ അന്നഹും കത് കുതിബു അവർ മക്ദൂബായിട്ടുണ്ട്, അവർ മുർസലീങ്ങൾ മക്ദൂബായിട്ടുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ അതായത് പൊലന്നു എന്ന് വെച്ചാൽ ആരാണ്? മുർസലീങ്ങളല്ല, മറിച്ച് എന്താണ് തങ്ങളോട് കളവാണ് പറഞ്ഞത് എന്ന് ഉമ്മത്ത് ഈ സമൂഹങ്ങൾ വിശ്വസിക്കുമ്പോൾ അതാണ് ഐ ലന്നൽ ഉമ്മ. ഒന്നുകൂടെ പറഞ്ഞാൽ കുദിബു ആണെങ്കിൽ എന്താണ് ഈ പ്രവാചകന്മാർ തന്നെ ധരിച്ചുപോയി എന്താണ് തങ്ങളെന്താവില്ല, ഇനി ആരും വിശ്വസിക്കുകയില്ല, തങ്ങളെല്ലാവരും കളവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അല്ലെങ്കിൽ കുദിബു ആണെങ്കിൽ എന്താണ് ഉമ്മത്തുകൾ ദൂതന്മാർ അയക്കപ്പെട്ട ഉമ്മത്തുകൾ ഉണ്ടല്ലോ സമൂഹങ്ങൾ, ആ സമൂഹങ്ങൾ അങ്ങനെ വിചാരിച്ചു അന്ന റുസുല തങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ ദൈവദൂതന്മാർ അഖലഫു മാ വഅദൂബിഹി അഖലഫു അവർ ലംഘിച്ചിരിക്കുന്നു മാ വഅദൂബിഹി ഏതെന്നുകൊണ്ടാണ് അവർ വാഗ്ദാനം ചെയ്തത് മിനൻ നസ്രി സഹായത്തിനാൽ. അപ്പം ഞങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നു, ഞങ്ങളെ എല്ലാ വിധത്തിലുള്ള പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഇപ്പോൾ ആകെ പെട്ട് കിടക്കുകയാണ് എന്നൊക്കെ അല്ലേ മൂസ നബി അലൈഹി സ്വലാമിനോടൊക്കെ ചോദിച്ചില്ലേ, നീ ഞങ്ങളിതാക്കി ആകെ പ്രയാസത്തിലാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം വിശ്വസിച്ച ആളുകൾ തന്നെ തങ്ങളുടെ അയക്കപ്പെട്ട ആ അള്ളാഹുവിൻ്റെ ദൂതന്മാർ തങ്ങളോട് അവർ വാഗ്ദാനം ചെയ്തതിനെ ലംഘിച്ചിട്ടുണ്ട് എന്ന് അവർ തോന്നുന്ന ആ ഒരു സമയം, അത്രയും അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലെത്തുമ്പോൾ ജാഹും നസുറന നമ്മളുടെ സഹായം അവർക്കെത്തി. ഫനുജിയ എന്നിട്ട് രക്ഷപ്പെടുത്തപ്പെട്ടു. ബിനൂനൈനി മുഷദ്ദൻ ഷദ് ചെയ്തിട്ട് അപ്പം ഫനുനജി എന്നാണ് അല്ലേ, ഫനുനജി എന്നാണ്, സോറി. അതുപോലെ നുൻജി എന്ന് രക്ഷപ്പെടുത്തപ്പെട്ടു എന്നല്ല, നുജി അല്ല, നമ്മൾ ഓതി തെറ്റിപ്പതാണ്. നുനജി അല്ലെങ്കിൽ നുൻജി, മുഹഫഫാണെങ്കിൽ നുൻജി. നാം അങ്ങനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഒബിനൂനി മുഷദ്ദൻ മാലിയുടെ ഇതിൽ നജ്ജ എന്ന് അങ്ങനെയുണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തി മന്നഷാ നാം ഉദ്ദേശിച്ച ആളുകളെ അവൻ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന്. അപ്പോൾ അവസാന സമയമാണ് ഈ ഉമ്മത്തുകളെയൊക്കെ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക, വിശ്വസിച്ച ആളുകളെയും പ്രവാചകന്മാരെയും. വലാ യുറദ്ദു ബഅസുന നമ്മളുടെ ബഅസു എന്ന് വെച്ചാൽ അദാബുന നമ്മളുടെ ആ ശിക്ഷയെ തടയപ്പെടുകയില്ല, മടക്കപ്പെടുകയില്ല. അനിൽ ഖൗമിൽ മുജ്രിമീൻ കുറ്റവാളികളായ സമൂഹത്തെ തൊട്ട് മുശ്രിക്കുകളെ തൊട്ട്. ലഖദ് കാന ഫീ ഖസസിഹിം അവരുടെ കഥകളിലുണ്ടായി റുസുലി മുർസലീങ്ങളുടെ കഥകളിലുണ്ട് ഇബറത്തുൻ ഗുണപാഠമുണ്ട് ലി ഉലിൽ അൽബാബ് ലുബ്ബുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് അസ്ഹാബിൽ ഉഖൂൽ അക്കലുകളുള്ള ബുദ്ധികളുള്ള ആളുകൾക്ക്. മാ കാന ഹാദൽ ഖുർആൻ ഈ ഖുർആൻ അല്ല കേട്ടോ ഹദീസൻ ഒരു കേവലം സംസാരമല്ല, യുഫ്തറ കെട്ടിച്ചമക്കപ്പെട്ട, യുഖ്തലഖു നിർമ്മിതമായ, വലാകിൻ കാന പക്ഷേ അതെന്താണ് തസ്ദീഖ അംഗീകരിക്കലാണ്, അല്ലദീ ബൈനയദി അതിൻ്റെ മുമ്പുള്ള ഗ്രന്ഥങ്ങളെ അംഗീകരിക്കലാണത്. അതായത് മുമ്പുള്ള ഗ്രന്ഥങ്ങളെ അംഗീകരിക്കുന്ന മുസദ്ദിഖാണ് വിശുദ്ധ ഖുർആൻ എന്ന്. ഇതിന് മുമ്പുള്ള അതിന് മുമ്പുള്ള ഇങ്ങനെ കിതാബുകളായ തൗറാത്തിനെ ഇഞ്ചീലിനൊക്കെ ശരിവെക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. തഫ്സീല തബീൻ ലിക്കുല്ലി ഷൈൻ അല്ലെ, തഫ്സീൽ എന്ന് വെച്ചാൽ തബീന കുല്ലി ഷൈൻ എല്ലാത്തിനെയും തഫ്സീൽ ചെയ്യുന്ന വിശദീകരിക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ. യഹ്താജു ഇലൈഹി എല്ലാന്ന് വെച്ചാൽ എല്ലോന്നല്ല, യുഹ്താജു ഇലൈഹി ആവശ്യമായ കാര്യങ്ങൾ, ദീനിൽ ആവശ്യമായതിനൊക്കെ വിശദീകരിക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ. ഹുദൻ സന്മാർഗവുമാണ് മിനൽ വലാലത്തി ദുർമാർഗത്തിൽ നിന്നുള്ള വറഹ്മത്തൻ കാരുണ്യവുമാണ് ലിഖൗമി യുഅ്മിനൂൻ വിശ്വാസികളായ സമൂഹത്തിന്. ഹുസ്സു അവരെ പ്രത്യേകമാക്കപ്പെടുന്നത് വിശ്വസികളായ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ റഹ്മത്താവുന്നുള്ളൂ. അത് അവരെ പറയൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടത് ലിൻദിഫാഇഹിം ബിഹി അവരാണ് ഇതുകൊണ്ട് ഖുർആൻ കൊണ്ട് ഉപകാരമുള്ളത് വിശ്വാസികൾക്കേ ഉള്ളൂ. ദൂന ഗൈരിഹിം വേറെ ആർക്കും ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.